അണ്ടർ 17 മത്സരത്തിൽ അമേനി കിൽത്താൻ മത്സരം വളരെ ആവേശകരമായിരുന്നു. പെനാൽറ്റി ഷൂട്ടൗട്ട് മത്സരത്തിൽ കിൽത്താൻ ദ്വീപ് അമേനിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. അമേനി ദ്വീപ് നന്നായി കളിച്ചു. അപ്പോൾ കിൽത്താൻ ഹോം ടീം ആയതുകൊണ്ട് അതിൻ്റെ ആഘോഷ ലഹരിയിലാണുള്ളത്. ആ ടീമിനോട് ഒപ്പം നമ്മൾ ചേരുകയാണ്. ആഘോഷത്തിൻ്റെ തിമർപ്പിലാണ് ഇവരുള്ളത്. അവര് ഹോം ടീമാണ്. കിൽത്താൻ ടീമിൻ്റെ അണ്ടർ 17 കോച്ചാണ് റാസിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. സാർ, എങ്ങനെ ഇവരുടെ ആദ്യം ഗോളടിച്ചെങ്കിലും പിന്നെ അമീനി തിരിച്ചടിച്ചു, പിന്നെ അല്പം കളി പിന്നോട്ട് പോയി, അതെങ്ങനെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുവന്നു? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മ മക്ക നല്ല ഹരത്ത് കളിച്ചിനെ, എല്ലാം ഇട്ട് കളിച്ചിനെ. അമ്മിനി അവക്ക് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് അവക്ക് ബാഡ് ലക്കാണ്. ഇന്ന് പെനാൾട്ടി തോക്കണമെന്ന് വിളിക്കുന്ന ഭയങ്കര ഒരു നിർഭാഗ്യമായും പിന്നെ പെനാൾട്ടിനുള്ള എഫേർട്ടും കൊണ്ട്. ഓക്കെ, പെനാൽറ്റിയിലേക്ക് വന്നു. അമീനി നന്നായി കളിച്ചിരുന്നു. രണ്ടാം പകുതി അമീനി എനിക്കൊന്ന് കുറച്ചുകൂടി ഉഷാറായിരുന്നു. പിന്നീട് പെനാൽറ്റിയിലേക്ക് പോകുമ്പോഴുള്ള എന്താ ഒരു ഇതുണ്ടായിരുന്നു, ആകാംക്ഷ ഉണ്ടായിരുന്നില്ലേ? പെനാൾട്ടി നമുക്ക് പെർഫോം ചെയ്യുന്നുണ്ട്. നമ്മ ക്രൗഡാണോ എന്ന് ജയിപ്പിച്ചേ? ക്രൗഡാണോ അത്ര ആളിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. സപ്പോർട്ട് കാരണമാണ് മക്കൾക്ക് കോൺഫിഡൻസ് കിട്ടുന്നത്. മക്ക ആ കോൺഫിഡൻസിലാണ് പോയി കിക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ടീം സപ്പോർട്ടാണ് ഇവിടെ ഒന്നുകൂടി എനർജി കിട്ടിയിരിക്കുന്നത്. ഇതാണ്. അപ്പൊ അടുത്ത കളി എപ്പോ വരും? അത് ആരായിരിക്കും എതിരാളി എന്നുള്ള എന്തെങ്കിലും ഉണ്ടോ? അടുത്തത് മിക്കവാറും അഗത്തിയായിരിക്കും. അപ്പൊ അഗത്തിയോട് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും അല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ പുലിക്കുട്ടികളാണ്, നമ്മളെ കിൽത്താൻ ദ്വീപിലെ പുലിക്കുട്ടികളാണ് അണ്ടർ 17 മക്കൾ. അപ്പൊ അണ്ടർ 19 പരാജയം മറക്കാനായിട്ട് തീർച്ചയായിട്ടും ഈ അണ്ടർ 17 കൊണ്ട് നിങ്ങൾക്ക് സാധിച്ചു അല്ലേ? ഷുവർ. ടീം ജയിക്കുന്ന അപ്പൊ കിൽത്താൻ ടീമിന് കട്ടക്ക് സപ്പോർട്ട് ചെയ്യല്ലോ. മക്കളെ കളി അടിപൊളിയായിരുന്നു. സൂപ്പർ അടിപൊളി. അമ്മയുള്ള ടീമാണ്, നല്ല കളിയാണ് മക്കൾ കളിക്കേണ്ടത്. ശരി, അനക്കെട്ട് എല്ലായിടത്തും അമ്മ ഒക്കെ കളിച്ചിനെ എന്നില്ല. അക്കാഡമിയിൽ ഉള്ളയിടത്ത് കളിച്ചവനെ മക്കളാണ്. അവളെ കൂടെ അമ്മ ഒക്കെ ജയിച്ചതിന് ഒരു വലിയ ഇതാണ്. ഇപ്പൊ അമ്മ കീപ്പറിൽ നെല്ലാണ് ഇന്ന് കളിച്ചിനെയാണ് കിട്ടിയോ. കീപ്പറിൽ നെല്ലാം വട്ടത്ത് മക്കളെ കൊണ്ടുപോയിന്. അപ്പൊ എന്ന് പറഞ്ഞാൽ നല്ല കളി മക്കൾ. ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. അണ്ടർ 17 ഫുട്ബോൾ മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കിൽത്താൻ ടീം ആഘോഷ ലഹരിയിലാണ്. അമ്മിനി ടീം 1-1 ബ്രേക്ക് എടുത്തിട്ട് പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അവരെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ ടീം കോച്ച് എന്ന നിലയ്ക്ക് നമ്മുടെ സാദിഖ് സാറാണ് കൂടെ ഉള്ളത്. എങ്ങനെ കാണുന്നു ഇത്? വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് ഫസ്റ്റ് ഹാഫിന് നല്ല ഫുള്ളായിട്ട് തന്നെ കളിച്ച് അക്കാഡമിക് ടീമിനെ കൂടെയാണ് കളിച്ചത്. അമ്മേനിയുള്ള അക്കാഡമിക് ടീം വളരെ കോച്ചിങ്ങൊക്കെ കിട്ടിയ പ്രൊഫഷണൽ കോച്ച് ചെയ്ത ടീമാണ്. അവരുമായിട്ട് കോമ്പറ്റ് ചെയ്ത് കുട്ടികൾ ആവറേജ് അവരുടെ ഡോമിനേഷൻ വരെ ഒരു ടൈമിൽ അവരെ ഡോമിനേറ്റ് ചെയ്ത് തന്നെ കളിക്കുകയും ചെയ്തു. കളി അവരുദ്ദേശിച്ച രീതിക്ക് പോകാതെ നമ്മുടെ ലെവലിൽ പിടിക്കുകയും നമ്മുടെ പരിധിയിൽ പിടിക്കുകയും നമ്മൾ പെനാൽറ്റി ഷൂട്ടൗട്ട് വരെ എത്തിക്കുകയും കുട്ടികൾ വളരെ നല്ല പെർഫോം ചെയ്യുകയും നമ്മൾ സെമി ഫൈനൽ കയറിയിരിക്കുകയാണ്. സെമിയിൽ ആരാണ്? ഏതാണ് എതിരാളി? അഗത്തി ടീമാണ്. ഇപ്പോൾ കഴിഞ്ഞ സുബർദോ മുഖർജിക്ക് സെലക്ഷൻ കിട്ടി. അവരും ഒരുപാട് കോച്ചിങ്ങും ഒരുപാട് ക്യാമ്പിലൂടെയും കടന്നുപോയ കുട്ടികളാണ്. നല്ല ഫിസിക്കുള്ള കുട്ടികളാണ്. സെമിക്ക് നമ്മളും അതുപോലെ തന്നെ പ്ലാൻ ചെയ്യുകയാണ്. നല്ല കളി കാഴ്ചവെക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ സെമി ഫൈനൽ ഏതായാലും അഗത്തി കിൽത്താൻ തീപാറുന്ന ഒരു പോരാട്ടമായിരിക്കും അല്ലേ? തീർച്ചയായും, അതിനൊരു ഡൗട്ടും വേണ്ട. നല്ല കളിയായിരിക്കും. കുട്ടികൾ നല്ല ഫുട്ബോൾ നല്ല കാലിബറുള്ള കുട്ടികൾ തന്നെയാണ് നമ്മുടെ അണ്ടർ 17 ടീമിലുള്ളത്. അഗത്തിയിലും അത് തന്നെ. അവരും ഒട്ടും മോശമല്ല. എന്തായാലും നല്ല ഒരു അടിപൊളി മാച്ച് നമുക്ക് സെമി ഫൈനൽ കാണാം. അപ്പോൾ കിൽത്താൻ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രൗണ്ട് ഒരു 2 മാസത്തിന് മുമ്പ് നമുക്ക് ഇല്ല. ഗ്രൗണ്ട് ഇല്ലാതെ എവിടെയാണ് ഇത്രയ്ക്കും നല്ല രീതിയിൽ കോച്ച് ചെയ്യാൻ പറ്റിയെന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസം ഉണ്ടല്ലേ? നമ്മുടെ ഈ ഇന്റർ ഐലൻഡ് കളിക്കുന്ന സീനിയർ കുട്ടികൾ അവരുടെ സ്കില്ലും അവരുടെ ടാലൻറ്റും ഒക്കെ ഇവരിൽ ഇംപ്ലിമെൻ്റ് ചെയ്തതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവരുടെ ടാക്ടിക്സും ടെക്നിക്സും ഒക്കെ അവർ അതിൻ്റെ വേണ്ട രീതിക്ക് കുട്ടികളിൽ എത്തിക്കുകയും കുട്ടികളെ അതിനൊപ്പിച്ച് പരിമിതപ്പെട്ട ഈ സാഹചര്യത്തിൽ കുട്ടികളെ അത് ബിൽഡപ്പ് ചെയ്യുകയും നല്ല ഒരു ടീം പെർഫോമൻസ് കാഴ്ചവെക്കാൻ ചെയ്യും. അവർക്കും ഒരു പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. അവർ വളരെ നല്ല രീതിയിൽ കുട്ടികളെ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സാർ. പ്രതീക്ഷിച്ചു.